ഹലോ ഫ്രണ്ട്സ്, സോൾവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ചിക്പേട്ട് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കെയർ മാർക്കറ്റും ഉള്ളത്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് കമ്മലിൻ്റെയൊക്കെ ഒരു കട കണ്ടിട്ട് കുഞ്ഞും ദിവ്യയും കൂടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ 1 പെയർ 20 രൂപയേ ഉള്ളൂ. ഈ സൈഡാണെന്നുണ്ടെങ്കിൽ 1 പെയർ 40 രൂപ ഉള്ളൂ കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതേ പാത്രങ്ങളും തവികളൊക്കെ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ നമുക്കിതേ കാണാം കേട്ടോ. ഇവിടെ എല്ലാം ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു നോക്കി കഴിഞ്ഞപ്പോൾ ഇത് 1200 രൂപ കേട്ടോ. അവനെ സ്പീക്കർ ഹൗ മച്ച്? 600. ഈ സ്പീക്കർ ഒരു 600 റുപ്പീസ് ആട്ടോ വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ എല്ലാ ഫോൺസിൻ്റെ കവറുകളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ വില വരുന്നില്ല കേട്ടോ. 50 രൂപ 100 രൂപയ്ക്കൊക്കെ നമുക്കിത് മേടിക്കാം കേട്ടോ. $100 റുപ്പീസ്. ഇതൊക്കെ 100 രൂപ വരുന്നുള്ളൂ കേട്ടോ. സാരിയൊക്കെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കടയെല്ലാം ഓപ്പണായി എല്ലാം എടുത്തു വെക്കുന്നേ ഉള്ളൂ കേട്ടോ. നമുക്കൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും എല്ലാ കടകളും ഓപ്പണായി വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെരുപ്പുകളൊക്കെ കാണാം. ഫാൻസി ടൈപ്പൊക്കെയാണ്. ചെറിയ വില ഉള്ളൂ. ബെൽറ്റ് അതുപോലെ തന്നെ ജിം ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. How much for socks? 100 റുപ്പീസ് അല്ലേ. ഇവിടെ എന്ത് വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ജ്യൂസറ കാര്യങ്ങളൊക്കെ 1050 രൂപ വരുന്നുള്ളൂ. അതും പല ടൈപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ 500 രൂപ താഴെ കേട്ടോ വില വരുന്നത്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. ഇത് എല്ലാം എടുത്തു വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. Bro, how much for that big one? Huh? That big one, how much? KG 400. Bro, how much for this pan? 250. 250 രൂപ ഉള്ളൂ കേട്ടോ ഈ ഒരു പാൻറ്റിനൊക്കെ. ഒരു അടിപൊളി കാർ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് റേറ്റ് ചോദിച്ചു നോക്കാം. Bro, how much for that car? 6,000. 6000 രൂപയുടെ കാറിനാണ്. ബൈക്കിന് എത്രയാ? 5000 രൂപയുടെ അതേ കാണുന്ന ബൈക്കിന് വരുന്നത്. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 500 രൂപ. 500. ദിസ് ഫാസ്റ്റ് ട്രാക്ക് 300. എത്ര അടിയാ? ടോപ്പാ 150 രൂപ. 150 റുപ്പീസ് ഉള്ളൂ കേട്ടോ ഈ ഒരു ടോപ്പിന്. എത്ര അടി? എല്ലാത്തിനും 150 രൂപ ഉള്ളോ?
എത്ര അടി? 150 രൂപ. $150 ഈ ടോപ്പിനെല്ലാം റേറ്റ് പറഞ്ഞ. ബ്രോ ജീൻസ് ഹൗ മച്ച്? 200 രൂപയുടെ ജീൻസിനൊക്കെ ഇവരിവിടെ വില പറഞ്ഞു. ഡെനിമിൻ്റെ ജീൻസൊക്കെ ഇട്ട് വരും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 800 രൂപ 900 രൂപയ്ക്ക് മിനിമം റേറ്റ് വരുന്നതാണ്. നമ്മളിപ്പോൾ നല്ല വില കുറവിൽ ജീൻസ് കിട്ടിക്കൊണ്ട് നമ്മൾ ഈ കാണുന്ന 2 ജീൻസ് നമ്മൾ മേടിച്ചു. സൺഡേ ഉണ്ട്, തിരക്ക് നന്നായിട്ട് കൂടിക്കൂടി വന്നോണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ കടകളാണ്, 2 സൈഡ് നിറച്ച് കടകളാട്ടോ. ബ്രോ ഹൗ മച്ച് ഫോർ ദിസ് ബൈക്ക്? 850 രൂപയുടെ ഈ ബാഗിന് വില പറഞ്ഞ. ബ്രോ ഹൗ മച്ച് ഫോർ ദിസ് വൺ? ഇത് 1050 രൂപ കേട്ടോ ഈ ബാഗിനൊക്കെ വില. ഈ കാണുന്ന ഉടുപ്പിന് വെറും 50 രൂപ ഉള്ളൂ. നമ്മളത് കുഞ്ഞുവിന് വേണ്ടി മേടിച്ചു കേട്ടോ. ഹൗ മച്ച് ഫോർ ദിസ്? 200. 200 രൂപ അല്ലേ? ഈ സൈഡിലായിട്ട് പിള്ളേരുടെ സൈക്കിളൊക്കെ ഇത് ചുമ്മാ കൂട്ടിയിട്ടേക്കും കേട്ടോ. അതുപോലെ തന്നെ LED ലൈറ്റുകളൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ബാഗുകളൊക്കെ ഇത് നോക്കി ഇഷ്ടം പോലെ ബാഗുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിത് 150 രൂപ വീതം 300 രൂപയ്ക്ക് 2 പീസ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 എണ്ണം നമ്മൾ എടുക്കുവാണ്. സൈസ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലാറ്റിലൊക്കെ ഒരുപാട് പേര് താമസിക്കുമ്പോൾ തുണി അലക്കി ഉണങ്ങാൻ ഇട്ടേക്കണ പോലെ ഇവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തോടെയൊക്കെ ഉടുപ്പുകളൊക്കെ ചുമ്മാ വാരി വെതറി ഇട്ടേക്കും കേട്ടോ. ഇവിടെയാണെന്നുണ്ട് ഇഷ്ടംപോലെ മേക്കപ്പ് ഐറ്റംസും കാണാം. $1300 നേരത്തെ കണ്ട ആ തൊട്ടിലിനൊക്കെ റേറ്റ് വരുന്നതാണ്.
Why? How much for that clip? 10 rupees. ഏതാ 10 രൂപ. 10 20 this one 10 okay. ₹670 ഈ ഷൂവിന് വരുന്നത്. How much? How much? 550 350 550 രൂപയും 350 രൂപ കേട്ടോ. താഴെ ഇരിക്കുന്ന 550, മേളിൽ ഇരിക്കുന്നത് 350 രൂപയാണ് റേറ്റ് വരുന്നത്. ബ്രോ, ഹൗ മച്ച് ഫോർ ബിഗ്? 700 രൂപ. നമ്മുടെ 4 പീസിൻ്റെ ഷർട്ട് വരുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് മേടിക്കുവാണ്. 1200 അപ്പം 1000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ₹250 ഈ ബാഗിനൊക്കെ വരുന്നത്. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഷർട്ട് മേടിച്ചു, അതുപോലെ തന്നെ ബാഗ് മേടിച്ചു, അങ്ങനെ ജീൻസ് മേടിച്ചു, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ എല്ലാ സാധനങ്ങളും നല്ല വില കുറവിലൂടെ മേടിക്കാൻ കിട്ടും കേട്ടോ. ദിവ്യനെ തിരിച്ച് നാട്ടിലേക്ക് ഇല്ലാന്നാട്ടോ പറഞ്ഞേ അല്ലേ? ഇവളിനെ തിരിച്ച് നാട്ടിലേക്ക് ഇല്ലാന്നാ കേട്ടോ. ഇവിടെ കൂടാൻ പോവാന്ന് പറഞ്ഞത്. കാരണം അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ. ഇതെത്ര? 600 രൂപ. 600. ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ടൗണിൽ നിന്ന് നിറച്ച ആൾക്കാരായി. നമുക്കിതിൽ നടന്നൊന്ന് നീങ്ങണമെങ്കിൽ വലിയ പാടാട്ടോ. ഒരു വിധത്തിലാട്ടോ നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയത്. ബാക്കി മുഴുവൻ ഷോപ്പുകളാണ് ഇവിടെ. ഇപ്പോൾ കരിമ്പ് ജ്യൂസ് കിട്ടുന്ന ഒരു കടയുണ്ട്. നമുക്ക് അവിടെ കയറി ഇച്ചിരി കരിമ്പ് കുടിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാത്ത തിരക്കായിട്ടോ ടൗണിൽ. നമ്മൾ ഒരു വിധത്തിലാണ് ഇതിൽ നടന്ന് ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇവിടുത്തെ തിരക്കാണിത് ഉച്ച സമയത്ത് ഇപ്പം നോക്കണോട്ടത്. ആൾക്കാർ മുഴുവൻ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഒരു തരത്തിലും നമുക്ക് രക്ഷയില്ല കേട്ടോ. നമ്മളിനി ബാക്കി സാധനങ്ങളെല്ലാം ഇനി എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ എല്ലാം മേടിച്ച് വിടുന്നത് പാക്കപ്പ് ചെയ്യുക കേട്ടോ. നല്ല വില കുറവിൽ ഇതേ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വില ചോദിച്ചപ്പോൾ അവർ 500 600 രൂപ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് വില പേശി നമ്മളൊരു 300 രൂപയ്ക്ക് ഈ സാധനം കിട്ടി കേട്ടോ. ഇതെന്തായാലും നമ്മൾ നല്ല ലാഭം കേട്ടോ. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. അടിപൊളി സാധനം. നമ്മൾ ചിക്പേട്ട് മാർക്കറ്റൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചു കേട്ടോ. കാരണം നല്ല വില കുറവുണ്ടായിരുന്നു ഡ്രസ്സിന്. അതുപോലെ ഷർട്ട്, ജീൻസ്, പിന്നെ കുഞ്ഞിന് ചെറിയൊരു കളിപ്പാട്ടം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 9:30 10 മണിക്ക് മുന്നേ അവിടെ ചെന്നു കേട്ടോ. അന്നേരം വലിയ തിരക്കിലായിരുന്നു. പക്ഷെ ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കും നല്ല ക്രൗഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു തരത്തിലാണ് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഷോപ്പിംഗെല്ലാം കഴിഞ്ഞ് വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. കുഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ സാധനം കിട്ടിയില്ലേ? നല്ല വില കുറവുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ബെന്നാർഘട്ട നാഷണൽ പാർക്ക്, ബയോളജിക്കൽ പാർക്ക് അവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇപ്പൊ സ്ട്രെയിറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.